ആത്മകഥാ വിവാദത്തിൽ ഇ.പി. ജയരാജൻ നൽകിയ പരാതി ഡിജിപി എഡിജിപിക്ക് കൈമാറി. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താനും ഡിജിപി നിർദ്ദേശിച്ചു. കഴിഞ്ഞ ദിവസം ഇമെയിലായിട്ടാണ് ജയരാജൻ ഡിജിപിക്ക് പരാതി നൽകിയത്. ആത്മകഥാ വിവാദം കത്തി നിൽക്കെ ഇ.പി. ജയരാജൻ ഇന്ന് പി സരിനായി പ്രചാരണത്തിനിറങ്ങും. വൈകിട്ട് 5 മണിക്ക് പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലാണ് പൊതുയോഗം. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വിഷയം ഗൌരവമായി ചർച്ച ചെയ്യാനാണ് CPMന്റെ തീരുമാനം. വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ആത്മകഥാ വിവാദത്തിൽ ഇ.പി. ജയരാജൻ നൽകിയ പരാതി ഇപ്പോൾ ഡിജിപി എഡിജിപിക്ക് കൈമാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വിവാദം കത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പാലക്കാട് ഇ.പി. ജയരാജൻ ഇന്ന് പി സരിന് വേണ്ടി പ്രചാരണത്തിനിറങ്ങുന്നത്. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ഇന്നലെയാണ് ആത്മകഥയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായത്. അതിന് തൊട്ട് പിന്നാലെ ഇ.പി. ജയരാജൻ തന്നെ ഒരു പരാതി ഇമെയിലായിട്ട് സംസ്ഥാന പോലീസ് തലവൻ ഡിജിപിക്ക് നൽകിയിരുന്നു. ആ പരാതിയാണ് ഇപ്പോൾ ലോ ആൻഡ് ഓർഡർ എഡിജിപിക്ക് അന്വേഷണത്തിനായി കൈമാറിയിരിക്കുന്നത്. മനോജ് എബ്രഹാമിനാണ് അന്വേഷണ ചുമതല. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങളിലേക്ക് നീങ്ങിയിട്ടില്ല. അതേസമയം ആത്മകഥ രചനയുമായി ബന്ധപ്പെട്ട് മറ്റു ചില വിവാദങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ആത്മകഥ തയ്യാറാക്കുന്നതിന് ഇ.പി.യെ സഹായിച്ചിരുന്നത് ദേശാഭിമാനിയുടെ കണ്ണൂർ ബ്യൂറോ ചീഫായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഒരു പക്ഷേ വിശദീകരണം തേടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ചില സ്ഥലങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ വിശദീകരണം തേടിയെന്നും പറയുന്നുണ്ട്. അതേസമയം ഇത്തരത്തിൽ ഒരു വിശദീകരണം തേടിയിട്ടില്ല എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, സംഭവവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തു നിൽക്കുന്നതിനിടയിൽ പാർട്ടി നിർദ്ദേശമനുസരിച്ച് ഇ.പി. ജയരാജൻ ഇപ്പോൾ പാലക്കാട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഒരു പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ ഇ.പി. ജയരാജന് പ്രത്യേകിച്ച് പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരണ പരിപാടികൾ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഒപ്പം ചുമതലകളും നൽകിയിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് ഇന്നലെ ഈ വിവാദങ്ങൾ പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ പാലക്കാട് എത്തിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ മാധ്യമങ്ങളെ ഇ.പി. ജയരാജൻ കാണാനുള്ള സാധ്യതയുണ്ട്. കാരണം ആത്മകഥയിൽ വലിയ തരത്തിലുള്ള വിമർശനം ഡോക്ടർ പി സരിനെതിരെ ഉണ്ടായിരുന്നു. ആ ഒരു കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അതൊരു പക്ഷേ പ്രതിപക്ഷ കക്ഷികൾ പ്രത്യേകിച്ചും കോൺഗ്രസും BJPയും ഒക്കെ വലിയ തരത്തിൽ പ്രചരണ ആയുധമാക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് തന്നെ ഇ.പി. ജയരാജനെ പാലക്കാട് എത്തുവാൻ പാർട്ടി നിർദ്ദേശം നൽകിയത്. ഒപ്പം നാളെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. അതിലൊരു പക്ഷേ ഇ.പി. ജയരാജൻ പങ്കെടുക്കുകയാണെങ്കിൽ ആത്മകഥയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇതിനെ ഒരു വലിയ രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുന്നതിനോ ചർച്ചയാക്കി മാറ്റുന്നതിനോ ഇപ്പോൾ വേണ്ട എന്ന നിലപാട് തന്നെയാണ് CPM സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഉപതെരഞ്ഞെടുപ്പിന്റെ സമയം കൂടിയാണ്. ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്ക് നഷ്ടമുണ്ടായാൽ അത് ഇത്തരത്തിൽ ഒരു ആത്മകഥയുടെ വിവാദത്തിന്റെ പേരിൽ ആകണ്ട എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പാർട്ടി അത്തരത്തിൽ ഒരു നിലപാടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ ഇത് ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ദിവസം ഇ.പി. ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച സംബന്ധിച്ച ചില കാര്യങ്ങൾ പുറത്തു പറഞ്ഞിരുന്നു. അത് പിന്നീട് വലിയ ചർച്ചയാവുകയും അദ്ദേഹത്തിന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് ഇടതുമുന്നണി കൺവീനർ സ്ഥാനം നഷ്ടമാവുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ വിവാദങ്ങളിലേക്ക് പോകണ്ട എന്നൊരു നിലപാടാണ് CPM സംസ്ഥാന നേതൃത്വം എടുത്തിരിക്കുന്നത്. അത്തരത്തിൽ ആ നിലപാടുമായി തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത. അതേസമയം ഈ അന്വേഷണം ഏത് ഗതിയിലായിരിക്കും, എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിൽ ഇതുവരെയായും ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. ADGPക്ക് പരാതി കൈമാറിയെങ്കിലും ആ പരാതി ആരൊക്കെയാണ് അന്വേഷിക്കുന്നത്, പ്രത്യേക സംഘത്തിനെ നിയോഗിക്കുമോ എന്ന കാര്യത്തിൽ ഒരു പക്ഷേ ഇന്ന് തന്നെ തീരുമാനമുണ്ടാകും. അങ്ങനെയാണെങ്കിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മൊഴികൾ രേഖപ്പെടുത്തേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ചും DC ബുക്സ് ആയിരുന്നു ഈ പുസ്തകത്തിന്റെ പ്രസാധകർ. ഇപ്പോൾ നിലവിൽ അവർ ചില സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് നീട്ടി വച്ചിരിക്കുകയാണ്. ആ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു പക്ഷേ DC ബുക്സിന്റെ ഭാഗത്തു നിന്നുള്ള മൊഴികൾ അന്വേഷണ സംഘം രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഇ.പി. ജയരാജന്റെ മൊഴികളും രേഖപ്പെട്ടതും. പക്ഷേ എന്തായാലും തന്നെയും ഇന്നലെ രാവിലെ 7 മണിയോടുകൂടിയാണ് ഈ ആത്മകഥ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ആത്മകഥയുടേതെന്ന് പറയപ്പെടുന്ന പേജുകൾ പുറത്തേക്ക് വന്നത്. ആ താളുകൾ വലിയ തരത്തിലുള്ള ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ പാർട്ടി ഇതിൽ നിന്നും ഒരു രക്ഷ നേടാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ വലിയ ചർച്ചകൾക്കൊന്നും പോകാൻ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ ഒന്നും ഇത് ചർച്ച ചെയ്യേണ്ട തരത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. എന്തായാലും ഇ.പി. പാലക്കാടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്ന് പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഉണ്ട്. അവിടെ നിന്നും വൈകിട്ട് 5 മണിക്ക് ഒരു പൊതുയോഗം പങ്കെടുക്കും. ഒപ്പം സ്ഥാനാർത്ഥിയുമായുള്ള കൂടിക്കാഴ്ചകൾ ഉൾപ്പെടെ ഉള്ളവ ഉണ്ടാകും.
ഇന്ന് ഒരു ദിവസത്തേക്കാണ് എത്തിയിട്ടുള്ളതെങ്കിലും ഒരുപക്ഷെ പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹം ചിലപ്പോൾ 1-2 ദിവസം അവിടെ തങ്ങാനുള്ള സാധ്യതയും ഉണ്ട്. ഈ പൊതുയോഗത്തിൽ ഇപിയുടെ വാക്കുകൾ ഏറെ നിർണായകമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രതിപക്ഷം എങ്ങനെയായിരിക്കും ഇതിനെ ഒരു ആയുധമാക്കാൻ തന്നെ ഒരുങ്ങുകയല്ലേ പ്രതിപക്ഷം? തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇന്നലെ തന്നെ കാരണം കഴിഞ്ഞ ദിവസം ആത്മകഥയുടെ ഭാഗത്തിൽ ഏറ്റവും വിമർശനം ഏറ്റുവാങ്ങിയതും ഈ പി സരനുമായി ബന്ധപ്പെട്ട് ഉള്ള പേജിലാണ്. അതിൽ എടുത്തു പറയുന്നൊരു കാര്യം, മറുകണ്ഠം ചാടിയെത്തിയ ആൾ തലേ ദിവസം വരെ UDF സ്ഥാനാർത്ഥിയാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഡോക്ടർ പി സരൻ പിന്നീട് മറുകണ്ഠം ചാടിയെത്തിയപ്പോഴേക്കും LDFന്റെ സ്ഥാനാർത്ഥിയായി എന്നൊരു പ്രയോഗം, ഒപ്പം വയ്യാവേലികൾ പോലെയാകും എന്ന് പറയുന്ന ഒരു പ്രയോഗം, അത് നേരത്തെ EMS പറഞ്ഞതായിട്ടാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഒപ്പം PV അൻവറുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, കാരണം 2016 PV അൻവറിനെ CPMന്റെ പിന്തുണയോടുകൂടി വിജയിപ്പിച്ച് രംഗത്തെത്തിച്ചതാണ്. പിന്നീട് വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേർന്നതും പിന്നീട് വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചതും ഇപ്പോൾ CPMനെതിരെ തന്നെ എന്നും എപ്പോഴും CPMനെതിരെ വലിയ തരത്തിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അൻവർ തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആ ഭാഗം അല്ലെങ്കിൽ ആത്മകഥയുടെ ആ ഭാഗം ഉണ്ടായിരുന്നത്. അവിടെ പി സരനെതിരെ വലിയ തരത്തിലുള്ള ഒരു ആരോപണം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം ഇന്ന് പാർട്ടിയോടൊപ്പം നിന്നാൽ നാളെ ഒരുപക്ഷെ പാർട്ടിക്കെതിരെ തിരിയുന്നൊരു സാഹചര്യം ഉണ്ടായിക്കൂടെയോ എന്നൊക്കെ ഉള്ള പല ഭാഗങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഈ വയ്യാവേലികൾ എന്നുള്ള പ്രയോഗം ഒരു പക്ഷേ കോൺഗ്രസും BJPയും ഒരുമിച്ച് പിടിച്ച് കഴിഞ്ഞാൽ അത് CPIMനെ വല്ലാത്ത തരത്തിൽ ദോഷം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല, ഇവർ സ്ഥാനാർത്ഥിക്കെതിരെ ഇപ്പോൾ തന്നെ വലിയ തരത്തിൽ പ്രചാരണം നടത്തുന്നുണ്ട്. അപ്പോൾ പാർട്ടിക്കകത്ത് തന്നെ പി സരനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് വിയോജിപ്പും എതിർപ്പുമുണ്ട് എന്നറിയുമ്പോഴേക്കും അത് കൃത്യമായി മുതലെടുക്കാനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനിടയുണ്ട്. വൃന്ദ. ശരി, ഡി ബിനോയാണ് സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത്.